ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. ധനികനായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് വചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്തിനാണ് ധനികൻ ഈശോയുടെ അടുത്തേക്ക് വന്നത്? നിത്യജീവൻ അവകാശമാക്കാനായിട്ട് എന്തു ചെയ്യണം എന്നുള്ള ചോദ്യവുമായിട്ട് സന്തോഷത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നവനാണ് ഈ ധനികനായ വ്യക്തി. എന്നാൽ ഈശോയുടെ മറുപടി കേട്ടപ്പോൾ, ആ വചനം കേട്ടപ്പോൾ അവന് സന്തോഷത്തോടെ പോകാൻ പറ്റിയില്ല. പക്ഷേ അവൻ എങ്ങനെയാണ് പോയത്? വിഷാദിച്ച് സങ്കടത്തോടുകൂടി തിരിച്ചുപോയി. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. തമ്പുരാൻ്റെ വചനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമം നൽകുന്നതാണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെക്കണം. ആ ധനികനായ മനുഷ്യനോട് ഈശോ പറഞ്ഞത്, അതേ, നിനക്കുള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക. പങ്കുവെക്കാനായിട്ട് പറഞ്ഞപ്പോൾ, അവന് സ്വന്തമായിട്ടുള്ളത് ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞപ്പോൾ, അത് സ്വീകരിക്കാനായിട്ട് ധനികനായ ആ വ്യക്തിക്ക് സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയണം. എനിക്കുള്ളതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് ത്യജിക്കേണ്ടതായിട്ട് വരും. ഇത് എനിക്ക് സാധ്യമാണോ? പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാത്ത. തമ്പുരാൻ്റെ വചനം ഇച്ചിരി വിഷമം നൽകുന്നതാണ് കേട്ടോ. കാരണം ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് പരിത്യജിച്ചാൽ മാത്രമേ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം എനിക്ക് സന്തോഷമാണോ അതോ സങ്കടം നൽകുന്ന ഒന്നാണോ? ഈ ധനികനെ പോലെ സങ്കടത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഇന്നുവരെ എനിക്ക് ഈ സ്വാർത്ഥത വെടിയാനായിട്ട് പറ്റുന്നില്ല എന്ന്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയായി പോയ, എന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുക. മറിച്ച് ഞാൻ ആരെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ആ ദൈവത്തിന് വേണ്ടി ഇഷ്ടം മാറ്റിവെക്കാനായിട്ട് പറ്റുന്നത്. സ്വർഗരാജ്യം നേടണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ തീവ്രമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥാനമാനം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ എന്തും സന്തോഷത്തോടുകൂടി ത്യജിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ഇല്ല എങ്കിൽ ഒരിക്കലും ദൈവസന്നിധിയിൽ സ്ഥാനം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ സ്ഥാനം നേടാതെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട്, അതിനുവേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് ത്യജിക്കുവാനായിട്ട്, ദൈവവചനത്തെ പ്രതി എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, സ്വയം പരിത്യജിച്ചുകൊണ്ട് എല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട്, അങ്ങനെ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.